നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ വിമാനയാത്രക്കാരുടെ കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു. അതേ ഒരു സന്തോഷ വാർത്തയെത്തി. ഓഹരി വിപണിയിലെ മുൻനിര നിക്ഷേപകൻ രാകേഷ് ജുൻജുൻവാല സഹസ്ഥാപകനായ ആകാശ എയർ വിമാന കമ്പനിയുടെ ആദ്യ വിമാനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. അഹമ്മദാബാദിലേക്കാണ് ആദ്യ യാത്ര എന്നത്. ഞായറാഴ്ച രാവിലെ 10:05 വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ആദ്യ വിമാനം ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. വിമാനം 11:25 അഹമ്മദാബാദിൽ ഇറങ്ങും. ബംഗളൂരു, കൊച്ചി, ബംഗളൂരു, മുംബൈ, ബംഗളൂരു, അഹമ്മദാബാദ് എന്നീ റൂട്ടുകളിൽ ഈ മാസം അവസാനത്തോടെ തന്നെ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. മുംബൈ ആസ്ഥാനമായാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ചുരുങ്ങിയ ചെലവിൽ വിമാനയാത്ര ഒരുക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം പോലും. മറ്റു കമ്പനികളെക്കാൾ തന്നെ 10% വരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് നൽകുമെന്ന് ആകാശ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യ പറക്കലിന്റെ സന്തോഷം ആകാശ എയർ ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുമുണ്ട്. അതെ, ആകാശ എയറിന് ആശംസകളുമായി ജെറ്റ് എയർവേസും ഇതോടൊപ്പം രംഗത്തെത്തുകയും ചെയ്തു. നിലവിൽ ആഭ്യന്തര വിമാന സർവീസിന്റെ 55% ഇൻഡിഗോയ്ക്കാണുള്ളത്. കടുത്ത മത്സരത്തിന് പുറമെ രൂപയുടെ മൂല്യം ഇടിയുന്നതും ഇന്ധനവില വർധനയും ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങളും വലിയ വെല്ലുവിളിയാണ് വ്യോമയാന മേഖലയിൽ ഉയർത്തിയിരുന്നത്. ഈ നഷ്ടം കാരണം കിങ്ഫിഷർ, എയർ സഹാര തുടങ്ങിയ കമ്പനികൾ അടിയറവ് പറഞ്ഞ മേഖലയിലേക്കാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു സ്വകാര്യ വിമാന കമ്പനി കൂടി കടന്നു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ ചുരുങ്ങിയ ചിലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന ജുൻജുൻവാലയുടെ സംരംഭത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത്. എന്നാൽ എന്തിനാണ് ഇത്തരമൊരു എയർലൈൻസ് ആരംഭിച്ചതെന്ന് നിരവധി പേർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. ശരിയായ മറുപടി നൽകുന്നതിന് പകരം പരാജയം നേരിടാൻ ഞാൻ തയ്യാറാണെന്നാണ് അവരോട് ഞാൻ പറഞ്ഞത്. ഒരിക്കലും ശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി പോലും. അങ്ങനെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആകാശ എയർ എത്തിയിട്ടുണ്ട്. അതെ, ഇനി മുതൽ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാം. എന്നാൽ ആകാശ എയറിന്റെ അടുത്ത ലക്ഷ്യം പോലും ഗൾഫ് രാഷ്ട്രങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ച് UAE പേരും എടുത്തു പറയുന്നുണ്ട്. എന്നാൽ കാത്തിരിക്കാം, പ്രവാസികൾക്കും ഈ സന്തോഷ വാർത്ത ഉടൻ എത്തട്ടെ എന്ന്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.